ഓണവിഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. പായസം പലതരമുണ്ട്. ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പായസം. അപ്പോൾ ഗോതമ്പ് പായസം ചെയ്യാനായിട്ട് നമുക്ക് ശർക്കര ആവശ്യമുണ്ട്, നുറുക്ക് ഗോതമ്പ് വേണം, തേങ്ങ വേണം, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ, ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ശർക്കര ആദ്യം തന്നെ നമ്മൾ ഉരുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുക. ഗോതമ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി, വേവുന്നതാണ്. ഇനി അഥവാ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചാൽ മതി. വെന്തോന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. അപ്പോൾ 2 തേങ്ങയുടെ ഇത് ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ നല്ലോണം പിഴിഞ്ഞെടുക്കുക. തേങ്ങാപ്പാൽ കൂടുന്തോറും ടേസ്റ്റും കൂടും. നമ്മുടെ വേവിക്കാൻ വെച്ച ഗോതമ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിൽ അവസാനം ചേർക്കാനുള്ളൊരു സാധനമാണ് ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. ഏലക്കായും പഞ്ചസാരയും കൂടി ഒന്നിച്ച് പൊടിച്ചെടുത്താലാണ് അത് നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അവസാനം ചേർക്കുന്നത് തന്നെയാണ് അണ്ടിപ്പരിപ്പ്, മുന്തിരി. അത് നമുക്ക് നെയ്യിൽ വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി അതിലേക്ക് ചേർത്ത് വറുത്തെടുക്കാം. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ഓപ്ഷനാണ്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ഒരു സ്പൂണോളം നെയ്യ് അത്ര മതി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിന് വെച്ചാൽ ഗോതമ്പ് നമ്മൾ വേവിച്ചത് ഒഴിക്കുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി യോജിച്ചു എന്ന് കാണുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ശർക്കര പാനിയാക്കാൻ വെച്ച ശർക്കര ഉണ്ടല്ലോ, അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കുക. അരിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ശർക്കരയിൽ ചിലപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു വരും. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് അനുസരിച്ച് ചേർക്കാം. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ, കുറവുള്ളവർക്ക് കുറവ്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. പായസത്തിൽ ഉപ്പൊന്നും ചോദിക്കാൻ പാടില്ല, ഉപ്പ് ചേർക്കേണ്ടതാണ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്. ഉപ്പില്ലാത്ത ഒന്നും നമുക്ക് ഇല്ല. അപ്പോൾ വളരെ തരി ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ചേർത്ത് കൊടുത്താൽ മാത്രമാണ് അതൊരു ബാലൻസിങ് വരെയുള്ള ടേസ്റ്റ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മധുരം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർക്കാം, അല്ലെങ്കിൽ വേണ്ടാതെ വയ്ക്കാം. ഇനി ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് കൊടുക്കുക എന്നുള്ളത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ പായസം തിളയ്ക്കേണ്ട ആവശ്യമില്ല, സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മുടെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് പായസം മിക്സ് ചെയ്യാം. അങ്ങനെ നല്ല അടിപൊളി സ്വാദിഷ്ടമായ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. മധുരം കുറച്ച് കുറവായിരുന്നു. മധുരം പൊതുവെ ആർക്കധികം താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഓണത്തിന് നല്ലൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവർക്കും പൊന്നോണാശംസകൾ. ബായ്.